കുറേ നാളെ ഒരു കല്യാണം കൂടിയിട്ട് അവന്മാരെ രണ്ടുപേരും അമ്മയെ ഏൽപ്പിച്ചിട്ട് മോളെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. മോളെ കൊണ്ടുപോയി പിന്നെ കുഴപ്പമില്ല, അവന്മാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരുത്തനെ എപ്പോഴും കാണാതെ പോകും. ഒരുത്തൻ അതിനകത്ത് എപ്പോഴും മിസ്സിങ്. അമ്മയും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര പാടായി പോകും. പോയി ഉടനെ വഴിയൊക്കെ തെറ്റിയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച്, കൂടെ തന്നെ മാമാടെ മോളും ഉണ്ടായിരുന്നു, അവളെ കൂടി കൊണ്ടുപോയിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ AC പോയി ചെന്ന് തണുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരത്തെ വരുമ്പോൾ ഈ അടച്ചോർത്ത് AC ഒന്നുമില്ല. ഇപ്പോൾ AC ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ആദ്യം പല്ല് പോയതിൻ്റെ വിഷമവും ഇല്ല, സന്തോഷമാണ്. കൂടുതലുള്ള ആളുടെ പല്ല് പോയി കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഇവളുടെ പല്ലൊന്നും പോകത്തിന് വിഷമമൊക്കെ ആയിരുന്നു. അങ്ങനെ 2 ചിരിയൊക്കെ പാസ്സാക്കി. പോവാത്ത ആശുപത്രിയിലായിരുന്നു പല്ല് പൊഴിയാത്തതുകൊണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നായിരുന്നു. കസേര ഇല്ലാത്തതുകൊണ്ട് അവർ മാറിപ്പോയി അങ്ങോട്ട് ഇരുന്നായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ചങ്കപടി വന്നിട്ട് അവളുടെ ഡ്രസ്സ് ശരിയായോ, എന്നേ ഡ്രസ്സ് തയ്ക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരുന്നു. സെറ്റായിരുന്നു, കൊള്ളായിരുന്നു. അവളുടെ കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവൾ വിചാരിച്ച പോലെ ആയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അതിനുശേഷം ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ ഇതൊക്കെ നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാരന്മാരാണ്. ഇവരെല്ലാം നമ്മുടെ കൂടെ കൊച്ചിലെ പള്ളിയിലും മദ്രസയിലും സ്കൂളിലൊക്കെ പഠിച്ചവരാണ്. ഇത് നമ്മുടെ മെമ്പറാണ്. ഇവനാണെങ്കിൽ എന്നെ വിഷ് ചെയ്യുക. ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 11 വർഷമായി. അത് പേഴ്സണലായിട്ട് അവൻ എന്നെ വിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ കൂടെ കൊച്ചിൽ തൊട്ട് നമ്മുടെ കൂടെ പഠിച്ചതും സ്കൂളിലും മദ്രസയിലും എല്ലാം പണ്ടേ ട്യൂഷനും എല്ലാം പഠിച്ച് നമ്മളെ എപ്പോഴും കളിയാക്കുകയും എല്ലാം ചെയ്യുന്ന കൂട്ടുകാരന്മാരാണ്. എപ്പോഴും ട്രോളുന്ന കൂട്ടുകാരന്മാരാണ്. പിന്നെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് അമ്മറോടെ നിൽക്കുമ്പോൾ ഞാൻ ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് പെണ്ണിൻ്റെ എൻട്രി ആയി. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇപ്പം വല്ലതും കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ തോന്നിപ്പോവും. പിന്നെ നമ്മളതൊക്കെ കണ്ട് ഒന്ന് ഇതായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ചങ്കപടിയുടെ അടുത്തൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അണ്ണനൊക്കെ പറയാം എടുത്തോ ഒരു കുഴപ്പമില്ലെന്ന് പറയുക. അങ്ങനെ അവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ട് എൻ്റെ മയിൽ വാഹനത്തിൽ ഞാൻ പോകാനായി. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞിട്ട് 11 വർഷമായതുകൊണ്ട് ഞങ്ങൾ വെഡിങ് ആയതുകൊണ്ട് 11 വർഷമായതുകൊണ്ട് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയാണ് ഗിഫ്റ്റ് കൊടുക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുതായിട്ട് ഞാൻ സേവ് ചെയ്ത പൈസയിൽ നിന്ന്, അത്ര വലുതൊന്നുമല്ല, ചെറുതായിട്ട് ഞാൻ സേവ് ചെയ്ത പൈസയിൽ നിന്ന് എൻ്റെ അണ്ണന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ അണ്ണന് ഒരു ഗിഫ്റ്റൊക്കെ സർപ്രൈസ്. എല്ലാവരും കൊടുക്കുമ്പോൾ ഒരു ആഗ്രഹമുണ്ട്, എങ്ങനെ ആവും എന്നറിയത്തില്ല. പിന്നെ മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വീട്ടിൽ പോയി. ബായ്.